കിരൺസ് ഫാമിലി വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ഭംഗിയേറിയൊരു കാഴ്ച കാണിക്കാനാണ് ഞാൻ പോകുന്നത്. എല്ലാവരും അത് ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രാചീൻ ശ്രീ നർമ്മദ മന്ദിരമാണ്, അതായത് ക്ഷേത്രമാണ്. നർമ്മദ ദേവിയാണ് ആയിരിക്കുന്നത്. കാണാമോ എന്ന് എനിക്കറിയില്ല, കാരണം ഇച്ചിരി വെട്ടം കുറവുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇത് ശ്രീ സിദ്ധി വിനായക മന്ദിരാണ്, അതായത് ഗണപതി ക്ഷേത്രമാണ്. നല്ല ഭംഗിയാട്ടോ ഇവിടുത്തെ പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. കണ്ടോ, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇത് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പൂജ ചെയ്യുന്ന കേട്ടോ, ഇങ്ങനെ ഇരുന്നിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതൊക്കെ ഞാൻ കാണിച്ചെങ്കിലും ഇങ്ങോട്ട് കയറി കാണിച്ചില്ലായിരുന്നു. ഇവിടെ ചെരുപ്പൊക്കെ ഇട്ട് കയറാമോ എന്നൊന്നും എനിക്കറിയില്ല. മേലെ ചെന്നിട്ടാണോ ഊരിയുണ്ടെന്നൊന്നും അറിയില്ല. എന്നാലും ചെരുപ്പോട്ട് ഊരിയിടാം. നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് കൃഷ്ണൻ്റെ രാധയുടെയും ക്ഷേത്രം. ഇവിടെ വഴിപാട് ഇടാനൊക്കെ QR കോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ രാധാകൃഷ്ണന്മാരെ കാണാനായിട്ട്. ഇവരെന്തോ ഉണക്കാനൊക്കെ വെച്ചേക്കുന്നത്. ഇത് രാധാകൃഷ്ണൻ്റെ ടെമ്പിളായിരുന്നു. നമ്മൾ പിന്നെ ഇവിടുന്ന് ശിവക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. തൊട്ടപ്പുറത്തന്നെ ശിവക്ഷേത്രം ഉണ്ടെന്ന് അവർ പറഞ്ഞേ. വീഡിയോ എടുക്കാമോന്നൊന്നും അറിയാൻ പാടില്ലാത്ത ഞാൻ അവരൊന്നും വീഡിയോ എടുത്തില്ല. എന്തായാലും നമുക്ക് താഴേക്ക് പോവാം. പഴയകാല ക്ഷേത്രങ്ങളാട്ടോ ഇതൊക്കെ, അവരങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ മന്ദിരത്തിലെത്തിയിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഒരു ലാബ് കിട്ടുന്ന കുറച്ച് എൻ്റെ നേർക്ക് വന്നു. ഇതാണ് മന്ദിരം. കണ്ടത് ബലരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ക്ഷേത്രമായിരുന്നു. അവിടെ ആക്ച്വലി അവർ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ദുർഗയുടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് ശിവൻ്റെ ഒരു അമ്പലം. അങ്ങനെ നിറയെ ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. ഇതാണ് ദുർഗയുടെ ക്ഷേത്രം. ഇവരേതോ സ്വാമിയാണ്. ഇങ്ങനത്തെ ഒരു കവാടം കേട്ടോ ഇതിലെ. നമ്മളിപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി
അവിടെയാണെന്ന് തോന്നുന്നു ശിവൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാനും. അതായത് ക്ഷേത്രത്തിൻ്റെ ഭയങ്കര ഒരു ആംബിയൻസാണ്, ഒരു പോസിറ്റീവ് ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല സ്നേഹമുള്ള ആൾക്കാരും കേട്ടോ. നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനൊക്കെ ആയാലേ. രാമൻ്റെ മന്ദിരമുണ്ട് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ. വലിയൊരു ശിവശൂലമൊക്കെ കൊടുത്തിട്ടുണ്ട്. രാമൻ്റെ എന്തോ മന്ദിരം. നമുക്ക് എന്തായാലും അവിടേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ വീഡിയോ എടുക്കാമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആളുകളൊക്കെ എന്നെ എന്തോ ഭയങ്കരമായിട്ട് നോക്കുന്നു. ഹനുമാനുണ്ട് കേട്ടോ എല്ലായിടത്തും. നർമ്മദ നദി. വിഘ്നേശ്വരനാണെന്ന് തോന്നുന്നു. ഇതല്ല, അപ്പുറത്തെ ഒരു പൂജ ചെയ്യുന്നതാണ് വിഘ്നേശ്വരൻ. ശ്രീരാം ഗണേശ മന്ദിർ. ഇവിടെ വലിയൊരു നന്ദി, അതായത് ഇവിടെ ഞാൻ കണ്ടതിൽ അത്യാവശ്യം വലിപ്പമുള്ള നന്ദി ഇവിടെയാണ്. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ആണുങ്ങൾക്ക് കയറാട്ടോ ഇവിടെ. നല്ല രസം കേട്ടോ. നല്ല എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം. നമുക്ക് ഇങ്ങനെയൊക്കെ ഭഗവാനെ കയറി തൊഴുവാനൊക്കെ. നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും അകത്ത് കയറി നമുക്ക് പൂജ ചെയ്യാനോ അല്ലെങ്കിൽ തൊഴുവാനുള്ളൊരു ഇതില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഗണപതിയും ശിവനും ഇരിക്കുന്നുണ്ട്. ഗണപതിയുടെ വാഹനമാണ്, എലിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മൂഷികനാണ് ഇരിക്കുന്നത്. അടുത്ത് തന്നെ ഒരു തുളസിയും. അപ്പം എല്ലാവരും ചിന്തിക്കേണ്ടത് ഞാൻ എന്തെങ്ങനെ ക്ഷേത്രങ്ങൾ മാത്രമല്ല കൂടുതൽ ഇടുന്നതെന്ന്. കാരണം ഇവിടെ കൂടുതലും ക്ഷേത്രങ്ങളാട്ടോ. ഈ നാഗേശ്വർ ടെമ്പിള് ഇപ്പുറത്ത് നാഗങ്ങളുടെ ക്ഷേത്രമാണ്. നമുക്ക് എന്തായാലും ഈ സ്റ്റെപ്പ് ഇറങ്ങി അവിടെ നാഗങ്ങളെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഒരിക്കലും ഇതൊരു ഹിന്ദു മതത്തിൻ്റെ ആചാരം എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഇവിടെ എല്ലാവർക്കും വരാം, അങ്ങനെയാണ്. എല്ലാ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ ആ കൃഷ്ണൻ്റെ ബലറാമൻ്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ പറഞ്ഞത്, ഇഷ്ടംപോലെ കേരളത്തിൽ നിന്ന് ആളുകൾ വരാറുണ്ട് ഇവിടെ. ഇവിടെ ഒരു അമ്മൂമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കൃഷ്ണ. വളരെ മനോഹരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ പതിയെ സംസാരിക്കുന്നത്. आजा 400 ऊपर आजा, ये याद कर रहा जा यार. आप एक आध बाबा गोला खिला रहा हूँ. ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്ത് ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ആവശ്യപ്പെട്ട ഞാൻ ഇനിയും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട്
നല്ല രസമാട്ടോ, നല്ലൊരു പോസിറ്റീവ് വൈബ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മനസ്സിനൊക്കെ ഒരു കുളിർമയാണ്. എന്തായാലും നല്ല കാഴ്ചകളാണ്. എന്തായാലും ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് താമസിക്കാൻ പറ്റുന്നതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മനസ്സിന് വളരെ കുളിരേകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നെ സംബന്ധിച്ച്. എത്രത്തോളം നമുക്ക് ഭഗവാനെ തൊഴാൻ സാധിച്ചു അത്രയും അടുത്ത് നമുക്ക് തൊഴാനൊക്കെ സാധിച്ചു. അപ്പോൾ എന്തായാലും കിരൺസ് ഫാമിലി വേൾഡിൻ്റെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും കയറി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.